Okay students, in this video we will be talking about ground reflection model or the two-ray reflection model. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് പറയുന്നത് ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡലായിരുന്നു. ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് ആയിരുന്നു, വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നും പാടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു മോഡലിൽ നിന്നുള്ള റിസൾട്ട് എന്ന് പറയുന്നത് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല. നമ്മളുടെ മൊബൈലിൻ്റെ കേസ് എടുത്താൽ പോലും നമുക്ക് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റിലായിരിക്കത്തില്ല ഒരിക്കലും കിട്ടുന്നത്. അപ്പോൾ ഗ്രൗണ്ട് റിഫ്ലക്ഷൻ മോഡൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി കാൽക്കുലേഷൻസ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഒരു സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം അതിൻ്റെ പവറിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന അസംഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെ ആൻറ്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. It will be more than 50 meter, and the distance between transmitter and receiver will also be large. അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മുടെ ട്രാൻസ്മിറ്റർ റിസീവർ സെപ്പറേഷനും കൂടുതലായിരിക്കും, ട്രാൻസ്മിറ്റർ ആൻറ്റിന വളരെ വലുതുമായിരിക്കും, ഹൈറ്റ് കൂടുതലായിരിക്കും, റിസീവർ ആൻറ്റിനയുടെ ഹൈറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് ലാർജ് സ്കെയിൽ സിഗ്നൽ സ്ട്രെങ്ത് ഓവർ ഡിസ്റ്റൻസ് ഓഫ് സെവറൽ കിലോമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ചോദ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിൻ ദ പാത്ത് ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മോഡലിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇത് ഫിഗറിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സൈഡാണ് നിങ്ങളുടെ ട്രാൻസ്മിറ്റർ, ഈ സൈഡിൽ നിങ്ങളുടെ റിസീവർ. അപ്പോൾ നിങ്ങളുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് ഒരു സിഗ്നൽ കാണും. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പൗണ്ടാണ് കാണിച്ചിരിക്കുന്നത് ELOS. അതുകൂടാതെ കുറേ ഡിഫറെൻറ്റ് പാത്തിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവ്സ് കാണും. അപ്പോൾ നമ്മൾ അതിനകത്ത് പ്രോമിനൻ്റ് ആയിട്ട് ഒരു ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് വേവ് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് വേവ്, ഇത് റിഫ്ലക്റ്റഡ് വേവ്, EI ഇൻസിഡൻറ്റ് ഇലക്ട്രിക് വേവ്, ER റിഫ്ലക്റ്റഡ് വേവ്. ഓക്കെ, തീറ്റ ആയ അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും θ0 ആംഗിൾ ഓഫ് റിഫ്ലക്ഷനൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് ട്രാൻസ്മിറ്റർ ആൻറ്റിനയാണ് HT, ഹൈറ്റ് ഓഫ് റിസീവർ ആൻറ്റിനയാണ് HR, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആൻറ്റിനാസ് ആണ് D ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും വെക്റ്റർ സമ്മായിട്ട് കിട്ടും. ഈ ടോട്ടൽ വിൽ ബി ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റിഫ്ലക്റ്റഡ് പാത്ത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പാത്ത് ലോസ് ആണ്. അപ്പോൾ പാത്ത് ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനു മുമ്പായിട്ട് 4 കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടുപിടിക്കണം. അതിലൊന്നെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസിനെ നമ്മൾ ഡെൽറ്റ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. മൂന്നാമത്തേന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ തീറ്റ ഡെൽറ്റ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. നാലാമത്തേന്ന് പറയുന്നത് ടൈം ഡിലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാത്ത് ലോസ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഫീൽഡ്, പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്, ടൈം ഡിലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് E of D, T is equal to E0 D0 by D into cos of omega C into T minus D by C. കുറേ ടേംസ് കിടപ്പുണ്ട്. അപ്പോൾ സംഭവമൊന്നുമില്ല, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻസ് അപ്പോൺ D and T. ഓക്കെ, നമ്മളിതിപ്പം നിങ്ങളുടെ പ്ലെയിൻ വേവിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. യൂണിഫോം പ്ലെയിൻ വേവിന് പണ്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. E of Z, T എന്ന് പറയുന്നത് ഈക്വൽ ടു E of
ഇസെഡ് കോമ ടി എന്ന് പറയുന്നത് E0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ഇസെഡ് ഇൻറ്റു കോസ് ഓഫ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസെഡ് ഇൻറ്റു എ എക്സ്. നമ്മൾ പ്ലെയിൻ വേവ്സിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മളിങ്ങനെയായിരുന്നു റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഡിസ്റ്റൻസ് ഇസെഡ് ആൻഡ് ടി വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ സം ഓഫ് ദീസ് ഫാക്ടേഴ്സ്. E0 എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡായിരുന്നു. ഇത് അറ്റന്വേഷനെ കാണിക്കുന്ന ഒരു ടേം ആയിരുന്നു. ഇനി കോസ് ഒമേഗ ടി, ഒമേഗ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രീക്വൻസി, ബീറ്റ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ് കോൺസ്റ്റൻറ്റ്, ഇസെഡ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, എ എക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു ഇക്വേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കോസിൻ്റെ കമ്പോണൻറ്റ് മാത്രമായിട്ടൊന്ന് എടുക്കുകയാണ്. കോസ് ഓഫ് ഒമേഗ സി ടി മൈനസ് ഒമേഗ സി ഇൻറ്റു ഡി ബൈ സി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒമേഗ സി ടി മൈനസ് ഒമേഗ സിക്ക് പകരം 2π എഫ് സി ഇൻറ്റു ഡി ബൈ സി എന്ന് എഴുതാം. ഓക്കെ, ഇനി സി ഈസിക്കൽ ടു എന്തായിരുന്നു, എഫ് ബൈ ലാംഡയാണ്. അപ്പോൾ എഫ് സി ബൈ സി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, 2π ബൈ ലാംഡ എന്ന് എഴുതാം. അപ്പോൾ നമുക്കെന്ത് ഒമേഗ സി ടി മൈനസ് 2π ബൈ ലാംഡ ഇൻറ്റു ഡി എന്ന് വരും. ഈ 2π ബൈ ലാംഡ എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്താണ്, ബീറ്റയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ എന്തായി, ഒമേഗ സി ടി മൈനസ് ബീറ്റ ഡി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ കാണിക്കുന്നു, ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് ചേഞ്ചിനെ കാണിക്കുന്നു. നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്ടർ കമ്പോണൻ്റായ എ എക്സ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഡി ഡയറക്ഷനിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് ഡി അറ്റ് എ ടൈം ടി വിൽ ബി ഈക്വൽ ടു E0 d0 ബൈ ഡി ഇൻറ്റു കോസ് ഓഫ് ഒമേഗ സി ഇൻറ്റു ടി മൈനസ് ഡി ബൈ സി. E0 എന്ന് പറയുന്നതാണ് ഫ്രീ സ്പേസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ഡിസ്റ്റൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡി ഡാഷ്, ഒന്നെന്ന് പറയുന്നത് ഡി ഡബിൾ ഡാഷ്. അപ്പോൾ ഡി ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടതുപോലെ നമുക്ക് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ്. ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റിൽ വരുന്ന ഡിസ്റ്റൻസിനെ ഞാൻ ഡി ഡാഷ് എന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഡി ഡാഷ് എന്ന് കൊടുക്കുന്നു, ഡിക്ക് പകരം ഡി ഡാഷ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതുപോലെ റിഫ്ലക്റ്റഡ് കമ്പോണൻറ്റിന് ഒരു ഇക്വേഷൻ കിട്ടും. റിഫ്ലക്റ്റഡ് കമ്പോണൻ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഗാമ എന്ന് പറയുന്നത് നിങ്ങളുടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ ഗാമയുടെ വാല്യൂ -1 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമുക്ക് കിട്ടിയ ജനറൽ ഇക്വേഷൻ. അതൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. E0 d0 ബൈ ഡി ഇൻറ്റു കോസ് ഓഫ് ഒമേഗ സി ഇൻറ്റു ടി മൈനസ് ഡി ബൈ സി. ഇനി നമുക്ക് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റും രണ്ടാമത്തേന്ന് പറയുന്നത് റിഫ്ലക്റ്റഡും. അപ്പോൾ ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റിന് ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്, ഡിക്ക് പകരം ഡി ഡാഷ് കൊടുക്കുക. റിഫ്ലക്റ്റഡിന് ഒരു റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത് ഡി ഡബിൾ ഡാഷ് ആയിട്ട് എടുത്തു. ആ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ നമ്മളുടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡി ഓഫ് ടി വിൽ ബി ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ നേരത്തെ നമ്മൾ കിട്ടിയ നേരത്തെ രണ്ട് ഇക്വേഷൻ കൂടെ സം ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടേംസ് ഓഫ് ഡി ആൻഡ് ടി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്
മെത്തേഡ് ഓഫ് ഇമേജസ് എന്ന് പറയും. അപ്പം നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത്രയായിരുന്നു നമ്മളുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ഫിഗർ എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ റിഫ്ലക്ഷനാണ് താഴേക്ക് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തേക്കുന്നത് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പാത്ത് ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ വെച്ചിട്ടാണ്. പാത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് വേവ്സിനാണ് നമ്മൾ എടുക്കുന്നത്, ലൈൻ ഓഫ് സൈറ്റും റിഫ്ലക്റ്റഡും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഡിസ്റ്റൻസ് മൈനസ് റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുക, അപ്പോൾ നമുക്ക് പാത്ത് ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു എങ്ങനെയാണ്, റിഫ്ലക്റ്റഡ് വേവ് ആയിരിക്കും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്നത്, അത് വിൽ ബി ടി ഡബിൾ ഡാഷ് മൈനസ് ടി ഡാഷ്. ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന മെത്തേഡ് ഓഫ് ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡി ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഡി ഡാഷ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതാ ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ മതി. ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡി ഡാഷിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഡി ഡാഷ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഡി ഡാഷ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ ഡിസ്റ്റൻസ് ആണ് ഡി സ്ക്വയർ പ്ലസ് ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എച്ച് ടി മൈനസ് എച്ച് ആർ ഡി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഡി ഡാഷ് കിട്ടി. ഇനി ഡി ഡബിൾ ഡാഷ് കിട്ടണമെങ്കിൽ എന്താണ്, ഡി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഈ ട്രയാങ്കിൾ രണ്ടും കോൺഗ്രുവൻ്റ് ആയിട്ട് കിട്ടും. സോ ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് എടുത്താൽ മതി. സോ നമ്മൾ എടുക്കേണ്ട ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, വലിയ ട്രയാങ്കിൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ടി ഡബിൾ ഡാഷ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഡി സ്ക്വയർ പ്ലസ് എച്ച് ടി പ്ലസ് എച്ച് ആർ ഡി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും, ഡി ഡാഷിൻ്റെ ഇക്വേഷനും കിട്ടും, ഡി ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷനും കിട്ടും. ഞാൻ പറഞ്ഞു ഡെൽറ്റ ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞാൽ ഡി ഡബിൾ ഡാഷ് മൈനസ് ഡി ഡാഷ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് എഴുതി നോക്കുക. ഡെൽറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് ഡി സ്ക്വയർ പ്ലസ് എച്ച് ടി പ്ലസ് എച്ച് ആർ ഡി ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് എച്ച് ടി മൈനസ് എച്ച് ആർ ഡി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഡി സ്ക്വയർ കോമൺ എടുക്കുകയാണ്. അപ്പോൾ ഡി സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ റൂട്ടിൽ നിന്ന് ഡി സ്ക്വയർ പുറത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഡി എന്ന് വരും. ഡി ഇൻറ്റു എന്ത് വരും, റൂട്ട് ഓഫ് 1 പ്ലസ് എച്ച് ടി പ്ലസ് എച്ച് ആർ ഡി ഹോൾ സ്ക്വയർ ബൈ ടി സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് എച്ച് ടി മൈനസ് എച്ച് ആർ ഡി ഹോൾ സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അത്രയും കിട്ടും. അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യും. ടൈലർ സീരീസ് എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യും ആ ഇക്വേഷനിലേക്ക്. നമ്മുടെ ഇരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് റേസ് ടു 1/2 എന്ന് പറയുന്ന ഫോമാണ്. അത് വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് 1/2 എക്സ് പ്ലസ് എക്സെട്ര പോകും. നമ്മൾ ഈ ആദ്യത്തെ രണ്ട് ടേം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഡെൽറ്റ ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ഡി നേരത്തെ കോമൺ എടുത്തിട്ടുണ്ട്, ഡി ഇൻറ്റു 1 പ്ലസ് 1/2 ഇൻറ്റു എച്ച് ടി മൈനസ് എച്ച് ആർ ഡി ഹോൾ സ്ക്വയർ ബൈ ഡി സ്ക്വയർ മൈനസ് 1 പ്ലസ് എച്ച് ടി മൈനസ് എച്ച് ആർ ഡി ഹോൾ സ്ക്വയർ ബൈ ഡി സ്ക്വയർ 2d സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ടൈംസ് എച്ച് ടി എച്ച് ആർ ബൈ 2d സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഡെൽറ്റ ഈക്വൽ ടു 2 ടൈംസ് എച്ച് ടി എച്ച് ആർ ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടും. ഒരു ഡിയും കൂടെ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഈ ഡി ക്യാൻസലായി പോകും.
2 times HTHR by D എന്നേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പാത്ത് ഡിഫറൻസ് കിട്ടി. ഡെൽറ്റ ഈസ് ഇക്വൽ ടു പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഈസ് ഇക്വൽ ടു 2HTHR by D എന്ന് കിട്ടി. അടുത്തെന്ന് പറയുന്നത് നമ്മളുടെ തീറ്റ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ബീറ്റ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ് ചെയ്യുന്നത്. ബീറ്റ എന്ന് പറയുന്നത് 2π/λ എന്ന് നമുക്കറിയാം. അപ്പോൾ 2π/λ ഇൻറ്റു ഡെൽറ്റ. 2π/λ, ലാംഡയ്ക്ക് പകരം എനിക്ക് എന്തെന്ന് എഴുതാം, C/F എന്ന് എഴുതാം. അപ്പം 2π/C ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എന്ന് വരും. അപ്പോൾ നമുക്കതിനെ ഡെൽറ്റ ഒമേഗ C/C എന്നും എഴുതാം. അതാണ് ഈ റിപ്രസെൻറ്റേഷൻ. അതെന്ന് പറയുന്നതാണ് നമ്മളുടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത ടൈം ഡിലേ എന്ന് പറയുന്നത് ഡെൽറ്റ ബൈ സി, അല്ലെങ്കിൽ ഡെൽറ്റ ബൈ സി ഇൻ ടേംസ് ഓഫ് പാത്ത് ഡിഫറൻസ്, അല്ലെങ്കിൽ തീറ്റ ഡെൽറ്റ ബൈ 2πfc ഇൻ ടേംസ് ഓഫ് ഫേസ് ഡിഫറൻസ്. അപ്പം നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കിട്ടി, പാത്ത് ഡിഫറൻസ് കിട്ടി, ഫേസ് ഡിഫറൻസ് കിട്ടി, ടൈം ഡിലേ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പാത്ത് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി അപ്രോക്സിമേഷൻസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ, ഇപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. ഈ ടോട്ടൽ ഈസ് ഇക്വൽ ടു E0 D0 by D dash into cos of omega CT minus D dash by C minus E0 D0 by D double dash into cos of omega CT minus D double dash by C. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിസ്റ്റൻസ് D ആൻഡ് ടൈം D എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, D ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട്, അതായത് ഡിയുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് ആൻറ്റന കൂടുന്നതനുസരിച്ചിട്ട് നമ്മളുടെ D ഡാഷും D ഡബിൾ ഡാഷും ഈക്വലായിട്ട് വരും. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഐഡൻറ്റിക്കലായിട്ട് വരും. സിഗ്നലിൻ്റെ ഫേസുകൾ മാത്രമേ ഡിഫറൻസ് വരുത്തുള്ളൂ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിട്ട് തന്നെ വരും, സിഗ്നലിൻ്റെ ഫേസിൽ മാത്രമേ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുള്ളൂ. അപ്പം D ഡാഷും D ഡബിൾ ഡാഷും നമുക്കറിയാം, ലൈൻ ഓഫ് സൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും റിഫ്ലക്റ്റഡിൽ വരുന്ന ഡിസ്റ്റൻസുമാണ് D ഡാഷും D ഡബിൾ ഡാഷും. അപ്പോൾ അതിൻ്റെ വാല്യൂ തമ്മിലുള്ള സെപ്പറേഷൻ വളരെ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് E0 D0 by D ഡാഷ്, E0 D0 by D ഡാഷ്, E0 D0 by D ഡബിൾ ഡാഷ് ഇതെല്ലാം ഈക്വൽ ടു E0 D0 by D എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇത്രയും നേരം ഇത് ജനറൽ ഇക്വേഷൻ ആയിരുന്നു. ആ ഇക്വേഷനിൽ അറ്റ് ടൈം D ഡബിൾ ഡാഷ് ബൈ സി, ഏതോ ഒരു ഡിസ്റ്റൻസ് ആണ് അത്, ഏതോ ഒരു ടൈമിൽ ടൈം ഇൻസ്റ്റൻറ്റ്, ആ ടൈം ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് T ഈക്വൽ ടു D ഡബിൾ ഡാഷ് ബൈ സി, ആ ടൈമിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ T വരുന്നിടത്തെല്ലാം D ഡബിൾ ഡാഷ് ബൈ സി എന്നും പറഞ്ഞ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടേം എന്ന് പറയുന്നത് E0 D0 by D ഡാഷ് ഇൻറ്റു കോസ് ഓഫ് ഒമേഗ സി ഇൻറ്റു D ഡബിൾ ഡാഷ് മൈനസ് D ഡാഷ് ബൈ സി എന്ന് കിട്ടും. അപ്പം D ഡബിൾ ഡാഷ് മൈനസ് D ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, പാത്ത് ഡിഫറൻസ് ആണ്. അപ്പം ഒമേഗ സി ഇൻറ്റു അവിടുത്തെ എങ്ങനെ പറഞ്ഞാൽ ഒമേഗ സി ഇൻറ്റു തീറ്റ ബൈ സി എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് എന്താണ്, തീറ്റ ഡെൽറ്റ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇക്വേഷൻ ഈ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഈ ടോട്ടൽ എന്ന് പറയുന്നതിന് നമുക്ക് E0 D0 by D ഡാഷ് ഇൻറ്റു കോസ് ഓഫ് തീറ്റ ഡെൽറ്റ മൈനസ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ടിക്ക് പകരം T ഡബിൾ ഡാഷ് ബൈ സി എന്നിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് 0 ആയിട്ട് മാറും. സോ E0 D0 by D ഡബിൾ ഡാഷ് എന്ന് വരും. ഓക്കെ, അതിന് നമുക്ക് ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, E0 D0 by D ഇൻറ്റു
കോസ് ഓഫ് തീറ്റ ഡെൽറ്റ മൈനസ് 1 എന്ന രൂപത്തിൽ എഴുതാനായിട്ട് പറ്റും. അതായത് ഈ ഇക്വേഷനാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളൊരു ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഫേസർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഈ ടോട്ടൽ എന്താണ്, ആ റിസൾട്ടൻറ്റ് ഇ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ നമുക്കുള്ള കമ്പോണൻസ് ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് E0 D0 ഇൻറ്റു കോസ് ഓഫ് തീറ്റ ഡെൽറ്റ, മറ്റേതെന്ന് പറയുന്നത് E0 D0 ഇൻറ്റു കോസ് 0. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതല്ല, E0 D0 ബൈ ടി ഡബിൾ ഡാഷ്. ഓക്കെ, ഇത് മൈനസ് E0 ബൈ ഡി ഡബിൾ ഡാഷ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻറ്റു കോസ് 0, ഇതെന്ന് പറയുന്നത് ഇൻറ്റു കോസ് തീറ്റ ഡെൽറ്റ. അപ്പം ആദ്യം നമ്മൾ ഈ കമ്പോണൻ്റാണ് നമ്മൾ ആദ്യമേ ഈ വരച്ചേക്കുന്നത്. അതിനെക്കാട്ടിലും തീറ്റ ഡെൽറ്റ ആംഗിൾ ലീഡ് ചെയ്യുന്നതാണ് അടുത്ത കമ്പോണൻറ്റ്, അതായത് ഏതാണ്, ഈ കമ്പോണൻറ്റ്. ഓക്കെ, ഈ രണ്ട് വേവ് ഉണ്ട്. ഓക്കെ, രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ വരുന്നതായിരിക്കും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി പാരഗ്ലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിസൾട്ടൻറ്റ് ഈ ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വെക്ടറും ഈ ഒരു വെക്ടറും ഉണ്ട്, അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ വെച്ചിട്ട് ഈ ആംഗിൾ തീറ്റ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്, 180 മൈനസ് തീറ്റ ഡെൽറ്റ ആയിരിക്കും. അപ്പം നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ അറിയാമെന്ന് തോന്നുന്നു. പിയും ക്യൂവും രണ്ട് വെക്റ്റേഴ്സാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് R ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ എന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അത് സെയിം അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ ടോട്ടൽ ഓഫ് അറ്റ് എ ഡിസ്റ്റൻസ് D വിൽ ബി ഈക്വൽ ടു E0 D0 ബൈ D ഇൻറ്റു റൂട്ട് ഓഫ് 2 മൈനസ് 2 കോസ് തീറ്റ ഡെൽറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യാം. 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ 2 എന്ന് കിട്ടും. സോ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ടൈംസ് E0 D0 ബൈ D ഇൻറ്റു സൈൻ തീറ്റ ഡെൽറ്റ ബൈ 2 എന്ന് പറയുന്നൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു, പാത്ത് ലോസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളോടുകൂടി പറയാം. സൈൻ തീറ്റയുടെ പ്രത്യേകത എന്താണ്, സൈൻ തീറ്റ ടെൻസ് ടു തീറ്റ എപ്പോഴാണ്, വെൻ തീറ്റയുടെ വാല്യൂ ഈസ് വെരി സ്മോൾ. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിയിൽ അത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ വെൻ തീറ്റ ഈസ് വെരി സ്മോൾ. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈൻ തീറ്റ ഡെൽറ്റ ബൈ 2 വിൽ ബി ഈക്വൽ ടു തീറ്റ ഡെൽറ്റ ബൈ 2 എപ്പോഴാണ്, ഒരു കണ്ടീഷനുണ്ട്. എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീറ്റ ഡെൽറ്റ ബൈ 2ൻ്റെ വാല്യൂ ലെസ് ദാൻ 0.3 റേഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ തീറ്റ ഡെൽറ്റ ബൈ 2ന് പകരം തീറ്റ ഡെൽറ്റ ബൈ 2 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ടോട്ടൽ എന്ന് പറയുന്നത് 2 ടൈംസ് E0 D0 ബൈ D ഇൻറ്റു തീറ്റ ഡെൽറ്റ ബൈ 2 എന്ന് കിട്ടും. തീറ്റ ഡെൽറ്റ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 ടൈംസ് E0 D0 ബൈ D ഇൻറ്റു 2π ഇൻറ്റു F ബൈ C ഇൻറ്റു തീറ്റ. ഈ F ബൈ C എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ലാംഡ ആണ്.
നമ്മൾ എഫ് ബൈ സി എന്ന് പറയുന്നത് 1/λ ആണ്. അപ്പോൾ ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് 2HT/HR/d എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു 2 times E0d0/d ഇൻറ്റു 2π ഇൻറ്റു HT/HR/λd എന്നും പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് പവറാണ്. നമുക്കറിയാം പവറും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. അപ്പോൾ പവറും ഇയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ്. പവർ ഈസ് ഈക്വൽ ടു E² എന്നൊരു റിലേഷനിൽ നമുക്ക് എത്തിക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള ഈ ടോട്ടലിൻ്റെ സ്ക്വയറാണ് നമ്മളിനി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഈ ഇക്വേഷനിലേക്ക് വന്നെത്തും. ഓക്കെ, അതന്നെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് പവർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E² ആണ്. അപ്പോൾ നമുക്ക് പവർ ഡെൻസിറ്റി, പവർ അറ്റ് എ പോയിൻറ്റ് അല്ലെങ്കിൽ റിസീവ്ഡ് പവർ ഡെൻസിറ്റി വിൽ ബി ഈക്വൽ ടു E total square ഇൻറ്റു എഫക്റ്റീവ് അപ്പേച്ചർ ഓഫ് ദ ആൻറ്റിന എ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഈ ടോട്ടൽ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ നമുക്ക് E0d0² ഇൻറ്റു 4π² ഇൻറ്റു HT/HR/λd² ഇൻറ്റു GR²/4π എന്ന് കിട്ടും. അപ്പോൾ ഈ E0d0² എന്ന് പറയുന്ന ടേമിനെ നമുക്ക് PT/GT ആയിട്ട് എഴുതാം. എഫക്റ്റീവ് ഐസോട്രോപിക് റേഡിയേറ്റഡ് പവർ എന്ന് പറയും. അപ്പോൾ PT/GT എന്ന് കിട്ടും. ഇനി GR ഇവിടെ ഉണ്ട്, ബാക്കി ഇത്ര ഇക്വേഷൻസ് വരും. അങ്ങനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമ്മളുടെ റിസീവ്ഡ് പവർ അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി, റിസീവ്ഡ് പവർ എന്ന് പറയുന്നത് PT/GT ഇൻറ്റു GR ഇൻറ്റു HT² ഇൻറ്റു HR²/d⁴ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അതിനെ നമ്മൾ dBയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 10 log dB അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പാത്ത് ലോസ് കിട്ടും. പാത്ത് ലോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് 10 log PT/PR. ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷനാണ് ഈ പറയുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കാണാം റിസീവ്ഡ് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു d⁴ എന്ന് കാണാം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പാത്ത് ലോസിനുള്ള ഫോർമുല എന്ന് പറയുന്നത്. റിസീവ്ഡ് പവർ അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ദ ട്രാൻസ്മിറ്റർ ഫോർ 2-ray ഗ്രൗണ്ട് റിഫ്ലക്ഷൻ മോഡൽ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. ഇൻ ടേംസ് ഓഫ് dB പാത്ത് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് 40 dB ലോസ് ഉണ്ടാവും. 2-ray റിഫ്ലക്ഷൻ മോഡൽ വെച്ചിട്ട് ഡിസ്റ്റൻസ് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് 40 dB ലോസ് ഉണ്ടാകും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ 2-ray റിഫ്ലക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്തു? ആ മോഡൽ വരച്ചു. മോഡലിൽ പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള അസംഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ വിൽ ബി വെരി ലാർജ്. height of the antenna will be very large, which and the height of the transmitter antenna will be very large. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ എയിം എന്ന് പറയുന്നത് പാത്ത് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പാത്ത് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ഡയഗ്രാം വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്ത് ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിച്ചു. പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്തോ ചെയ്തു? നമ്മൾ 2 വേവ്സിനെയാണ് എടുത്തത്. ലൈൻ ഓഫ് സൈറ്റ് വേവിനെ എടുത്തു, പിന്നെ റിഫ്ലക്റ്റഡ് വേവിനെ എടുത്തു. അപ്പോൾ ഈ ലൈൻ ഓഫ് സൈറ്റും ഈ റിഫ്ലക്റ്റഡ് വേവും അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വെച്ചിട്ട് ആ ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു നമുക്ക് പാത്ത് ഡിഫറൻസ് ആയിട്ട് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് ഡിഫറൻസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ടൈം ഡിലേ കിട്ടി. അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ അറ്റ് എ ടൈം t = T'(c) വാലുവേറ്റ് ചെയ്തു. അത് വാലുവേറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു ഇക്വേഷൻസ് കിട്ടി. ആ ഇക്വേഷനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? പിന്നെ ഒരു ഫേസർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തു. ആ ഫേസർ ഫോമിൽ നിന്നാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സൈൻ തീറ്റയുടെ കാര്യം പറഞ്ഞു. സൈൻ തീറ്റ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു വാല്യൂ ഇടയ്ക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ് ഈക്വൽ ടു തീറ്റ ഡെൽറ്റ ആവുന്ന കാര്യം പറയുന്നു. അവിടെ നമ്മളൊരു ഇക്വേഷൻ വരുന്നു. ഫൈനലി ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ
പാത്ത് ലോസ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്